എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ചാർജറിൻ്റെ അത്രയും പോലും തലച്ചോറുണ്ടായിരുന്നില്ല 1969 മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച അപ്പോളോ മിഷനിലെ കമ്പ്യൂട്ടറിന്. അപ്പോൾ അന്ന് നടന്നത് മനുഷ്യരെ വിഡ്ഢിയാക്കിയ ഒരു നാടകം മാത്രമായിരുന്നോ? അന്നത്തെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. അതിനെക്കുറിച്ച് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. അപ്പോളോ മിഷനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഫ്ലാഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവിടെ കാണുന്ന നിഴലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആകാശത്ത് കാണാൻ സാധിക്കാത്ത നക്ഷത്രങ്ങൾ, അങ്ങനെ അനേകം കാര്യങ്ങൾ. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോളോ മിഷനിൽ ഉപയോഗിച്ചിരുന്നത് AGC അല്ലെങ്കിൽ അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടറായിരുന്നു. അതിനെ നമുക്ക് ഇന്നത്തെ മൊബൈൽ ഫോണുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മുടെ മൊബൈൽ ഫോണിൽ അനേകം ചിപ്പുകളുണ്ട്. ഓരോ ചിപ്പുകളിലും കോടിക്കണക്കിന് കമ്പോണൻസ് ആണുള്ളത്. ഏകദേശം നമ്മുടെ വിരൽത്തുമ്പിൻ്റെ അത്രയും പോലും വലിപ്പം ഉണ്ടാകില്ല ആ ചിപ്പുകൾക്ക്. അവിടെയാണ് കോടാനുകോടി കമ്പോണൻസ് ഉള്ളത്. പക്ഷേ AGCയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ചിപ്പും ഉണ്ടായിരുന്നില്ല. കാരണം ആ കാലഘട്ടത്തിൽ ചിപ്പേ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല. അന്നുണ്ടായിരുന്നത് സ്വിച്ചുകളാണ്. ഏകദേശം 2500ഓളം വരുന്ന സ്വിച്ചസാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. AGCയുടെ വേഗത നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ മോഡേണായിട്ടുള്ള സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമായിട്ട് AGCയെ കമ്പയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടിപ്പിക്കൽ കമ്പ്യൂട്ടറിന് ഏകദേശം 3000 മെഗാഹെഡ്സിൻ്റെ വേഗതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി അത്രയും മാത്രമാണ്. പക്ഷേ AGCയുടെ ഫ്രീക്വൻസി വെറും 1 മെഗാഹെഡ്സ് മാത്രമായിരുന്നു. കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധാരണ ലാപ്ടോപ്പിൻ്റെ വേഗത ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വേഗത പോലെയാണെന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ AGCയുടെ വേഗത ആമ എഴയുന്നത് പോലെ ആയിരിക്കും. അടുത്തതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പോർഷൻ. ആ കാലഘട്ടത്തിൽ ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നോ? റാം ഉണ്ടായിരുന്നോ? ഹാർഡ് ഡിസ്കും ഇല്ല, റാമും ഇല്ല. പിന്നെ എങ്ങനെയാണ് അന്നത്തെ കോഡ് റൺ ചെയ്തത്? വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഉൾക്കൊള്ളാൻ പോലും സാധിക്കത്തില്ല. അന്ന് ഉപയോഗിച്ചത് കോർ റോപ്പ് മെമ്മറിയാണ്. റോപ്പ് എന്ന് വെച്ചാൽ എന്താ? കയറ് പോലായിരുന്നു അന്നത്തെ മെമ്മറി. ഞാൻ വെറുതെ പറയുകയല്ല, അക്ഷരാർത്ഥത്തിൽ കയറ് പോലെ തന്നെ ആയിരുന്നു. അന്നത്തെ മെമ്മറി ശരിക്കും സ്ത്രീകൾ തുന്നിയുണ്ടാക്കിയിട്ടുള്ള ഒരു വസ്ത്രം പോലെ, അല്ലെങ്കിൽ ഒരു കയറ് പോലെയായിരുന്നു. അന്ന് തുന്നാനായിട്ട് അവർ ഉപയോഗിച്ചത് നേർത്ത വലിപ്പമുള്ള കോപ്പറായിരുന്നു, കോപ്പർ വയർ. ആ കോപ്പർ വയറിനെ മാഗ്നറ്റിക് റിങ്ങുമായിട്ട് ചേർത്തിട്ടാണ് അവർ തുന്നിയിരുന്നത്. ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് 1ഉം 0ഉം മാത്രമാണ്. 1 ഉണ്ട്, 0 എന്ന് പറഞ്ഞാൽ ഇല്ല. ഇന്നത്തെ കമ്പ്യൂട്ടറുകളും പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്, അന്നത്തെ കമ്പ്യൂട്ടറും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനെ അങ്ങനെ പ്രവർത്തിപ്പിക്കാനായിട്ട് അന്ന് റാമോ ഹാർഡ് ഡിസ്കോ ഉണ്ടായിരുന്നില്ല. പകരം ഈ കോപ്പർ നൂലുകൾ ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് റിങ്ങുമായിട്ട് ചേർത്ത് കെട്ടും. ആ മാഗ്നറ്റിക് റിങ്ങിൻ്റെ ഉള്ളിലൂടെയാണ് കോപ്പർ വയർ കടന്നു പോകുന്നതെങ്കിൽ അത് ലോജിക് 1. ഇനി അതിൻ്റെ ഉള്ളിലൂടെ പോകാതെ അതിനെ ഒന്ന് ചുറ്റി കറങ്ങിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ അതാണ് ലോജിക് 0. ഒരുപാട് കഷ്ടപ്പെട്ട് അനവധി സ്ത്രീകൾ ചേർന്നിട്ടാണ് അത്തരത്തിൽ ഒരു വസ്തു തുന്നി ഉണ്ടാക്കിയത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ആ തുന്നലിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മിഷൻ തന്നെ തകർന്നു പോകും. അതൊരു വലിയ പരാജയമായിട്ട് മാറും. പിന്നീട് ആദ്യം മുതൽ വീണ്ടും ചെയ്തു തുടങ്ങണം. അന്ന് MITയിലെ ഒരു ലെജൻഡറി വുമണായിരുന്ന മാർഗരറ്റ് ഹാമിൽട്ടനാണ് ഈ തുന്നലിന് നേതൃത്വം നൽകിയത്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന ഒരു പദം തന്നെ ഉണ്ടായത്. ആ പദം ആദ്യമായിട്ട് പറഞ്ഞതും ഇതേ മാർഗരറ്റ് ഹാമിൽട്ടൺ തന്നെ. 1960കളിൽ കമ്പ്യൂട്ടർ വളരെ അമൂല്യമായ ഒരു വസ്തുവായിരുന്നു. ഒരു കമ്പ്യൂട്ടറിൻ്റെ ശരാശരി വില $1,50,000 ആയിരുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം 1.4 കോടി രൂപ വരും. എൻ്റെ കമ്പ്യൂട്ടറിന് 80,000 രൂപ വിലയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പണം ഉപയോഗിച്ച് എൻ്റെ അതേ കമ്പ്യൂട്ടർ 175 പേർക്ക് മേടിക്കാൻ പറ്റും. ഇത്രയും വീക്കായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അന്ന് ആസ്ട്രോനോട്ട്സ് 3.5 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ പോയത്? അവിടെ എങ്ങനെ അവർക്ക് കൃത്യമായിട്ട് സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധിച്ചു? അതിന് പ്രധാനമായിട്ടും 3 ട്രിക്കുകളാണ് അവർ ഉപയോഗിച്ചത്. അതിലെ ഒന്ന് ഹ്യൂസ്റ്റണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പടുകൂറ്റൻ കമ്പ്യൂട്ടറാണ്.
ഒരുപാട് പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ അപ്പോളോ മിഷനിലുള്ള ആ പേടകത്തിലുള്ള കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റില്ലല്ലോ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷനൊക്കെ ചെയ്യാനായിട്ട് നേരെ ഹ്യൂസ്റ്റണിലേക്ക് അയക്കും. ഹ്യൂസ്റ്റണിലെ ആ കമ്പ്യൂട്ടർ ആ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷം തിരിച്ച് അപ്പോളോയിലേക്ക് ഒരു സന്ദേശം അയക്കും. ആ സന്ദേശം അല്ലെങ്കിൽ ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് പിന്നീടുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്. രണ്ടാമത്തെ ട്രിക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്താണ് നടക്കുന്നത്. ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ AGC അല്ലെങ്കിൽ അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടറിന് ഇഷ്ടം പോലെ ഡേറ്റ കിട്ടും. പക്ഷേ ആ ഡേറ്റയൊന്നും കൈകാര്യം ചെയ്യാൻ നമ്മുടെ AGC പ്രാപ്തനല്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഡേറ്റകളെയൊക്കെ ഇഗ്നോർ ചെയ്യും. ലാൻഡിങ്ങിൽ മാത്രം 100% അത് ഫോക്കസ് ചെയ്യും. അങ്ങനെയാണ് സുരക്ഷിതമായിട്ട് അന്നവിടെ ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ചന്ദ്രയാൻ ലാൻഡ് ചെയ്തതുപോലെയല്ല. ചന്ദ്രയാൻ പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടാണ് ലാൻഡ് ചെയ്യിപ്പിച്ചത്. അവിടെ സെൻസേഴ്സ് ഉണ്ടായിരുന്നു, ആക്ടിവേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാൻ അവിടെ മനുഷ്യരുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ മനുഷ്യനുണ്ട്. അപ്പോളോ മിഷനിൽ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യരുടെ ഇടപെടൽ കൂടി ആയപ്പോഴാണ് അതിന് സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. മൂന്നാമത്തത് ഒരു കീപാഡാണ്. ഒരു വലിയ കീബോർഡൊന്നുമല്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ മാത്രം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു D-Sky എന്ന പേരിൽ അറിയപ്പെടുന്ന കീപാഡ്. ആ കീപാഡിൽ ഒരുപാട് കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് അക്കങ്ങൾ മാത്രം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. 2 പാരാമീറ്റേഴ്സാണ് അതിലുണ്ടായിരുന്നത്. ഒന്ന് വെർബ്, മറ്റൊന്ന് നൗൺ. വെർബിന് നമുക്കൊരു സംഖ്യ കൊടുക്കാം, അതുപോലെ നൗണിനും ഒരു സംഖ്യ കൊടുക്കാം. ഉദാഹരണത്തിന് വെർബിന് നമ്മൾ 6 എന്ന സംഖ്യ കൊടുത്തു, നൗണിന് 62 കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ ആസ്ട്രോനോട്ട്സിന് അവർ എത്ര വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിലെ നമ്മുടെ ന്യൂനതകളൊക്കെ മനസ്സിലാക്കി എത്ര വിദഗ്ധമായിട്ടാണ് അന്നത്തെ സയൻറ്റിസ്റ്റുമാരും എൻജിനീയേഴ്സും കാര്യങ്ങൾ നടപ്പിലാക്കിയത്. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചാലും അത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരുപാട് ആളുകളുണ്ടാകും. അവരുടെ പക്കൽ ഒരുപാട് ചോദ്യങ്ങളും കാണും. AGCയുടെ കാര്യമൊക്കെ ഓക്കെ, ആ ഫ്ലാഗിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് മിണ്ടാത്തത്? വായുവില്ലാത്ത, കാറ്റില്ലാത്ത ചന്ദ്രനിൽ എങ്ങനെയാണ് ആ ഫ്ലാഗ് പറക്കുന്നത്? അതുമാത്രമല്ല, ആ ചിത്രങ്ങളിലൊക്കെ നമുക്ക് ആകാശം കാണാൻ സാധിക്കുന്നുണ്ട്. പകൽ സമയത്താണെങ്കിൽ എങ്ങനെയാണ് ആ ആകാശം ഇരുണ്ടിരിക്കുന്നത്? ആ ആകാശത്താണെങ്കിൽ ഒരു നക്ഷത്രം പോലും കാണാൻ സാധിക്കുന്നില്ല. ശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതിനേക്കാൾ അതിമനോഹരമായിട്ട് നമുക്ക് ചന്ദ്രനിൽ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കേണ്ടതല്ലേ? അവിടെ ലൈറ്റ് പൊല്യൂഷനൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അതൊന്നും കാണാൻ സാധിക്കാത്തത്? ഇതിനെല്ലാം ഉത്തരവുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ശാസ്ത്രമാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ. ഇതിലെ പല ശാസ്ത്രവും നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ഇതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് ആദ്യം ആ ഫ്ലാഗിൻ്റെ കാര്യം എടുക്കാം. ആ കാലഘട്ടത്തിലെ സയൻറ്റിസ്റ്റുമാർക്കെല്ലാം അറിയാം ചന്ദ്രനിൽ വായുവില്ലെന്ന്. വായുവില്ലാത്ത, അന്തരീക്ഷമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു ഫ്ലാഗ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഫ്ലാഗ് പറക്കില്ല. അവിടെ അങ്ങനൊരു ഫ്ലാഗ് ഉണ്ടെന്ന് പോലും നമുക്ക് ചിത്രത്തിലൂടെ കാണാൻ കഴിയില്ല. ഒരു കമ്പ് നാട്ടി വെച്ചിരിക്കുന്നത് പോലെ കാണാൻ പറ്റത്തുള്ളൂ. അതിലൊരു തുണി കാണും, അത് തുണി നേരെ താഴേക്ക് കിടക്കും, കാരണം അവിടെ കാറ്റില്ലല്ലോ. അത് ഒഴിവാക്കാനായിട്ടൊരു തന്ത്രം അവർ ഉപയോഗിച്ചു. ഞാൻ 2 പെൻസിൽ ഉപയോഗിച്ചിട്ടത് കാണിക്കാം. ഇത് വെർട്ടിക്കലായിട്ടുള്ള ഒരു പോളാണ് ഫ്ലാഗിൻ്റെ. ഇത് ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു പോള്. സാധാരണഗതിയിൽ ഇങ്ങനൊരു പോള് മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ ഫ്ലാഗിനെ നമ്മൾ കെട്ടും, അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഫ്ലാഗ് ഇങ്ങനെ പറക്കും. പക്ഷേ ചന്ദ്രനിൽ ഫ്ലാഗ് അങ്ങനെ പറക്കത്തില്ല. അതിനെ അങ്ങനെ പറക്കുന്ന രീതിയിലാക്കാൻ ഇത്തരത്തിലുള്ളൊരു സെറ്റപ്പാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ 2 മെറ്റാലിക്കാണ്. ഇവിടെ ഫ്ലാഗിൻ്റെ മുകൾ ഭാഗം കെട്ടി, വശങ്ങൾ ഇവിടെ കെട്ടി. ഇത് രണ്ടും ഇങ്ങനെ കെട്ടുമ്പോൾ ഒരു ഫ്ലാഗ് നിൽക്കുന്നത് പോലെ തന്നെ അത് നിൽക്കും. കാറ്റില്ലെങ്കിലും അതങ്ങനെ തന്നെ എഴുന്നേറ്റ് നിൽക്കും. ഈ ഒരു സെറ്റപ്പ് നേരെ അപ്പോളോ മിഷൻ്റെ പേടകത്തിലാക്കി ചന്ദ്രനിലേക്കാണ് അയച്ചത്. അപ്പോളോ മിഷൻ്റെ പേടകം അത് വളരെ വളരെ കൺജസ്റ്റഡാണ്. ആ വളരെ കൺജസ്റ്റഡായിട്ടുള്ള ആ പേടകത്തിൻ്റെ ഉള്ളിലാണ് ഈ ഫ്ലാഗിനെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ അതിൽ ആ ഫ്ലാഗിൽ കുറേയധികം ചുളിവുകളൊക്കെ വീണിട്ടുണ്ട്. ഈ ചുളിവുകൾ വീണിട്ടുള്ള ഫ്ലാഗുമായിട്ടാണ് ആസ്ട്രോനോട്ട്സ് ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് ഇറങ്ങുന്നത്. ആ പോൾ അവിടെ സ്ഥാപിക്കുന്നു. ആ പോൾ സ്ഥാപിക്കുന്ന സമയത്തൊക്കെ ആ ഫ്ലാഗ് ചലിക്കുന്നുണ്ട്. പലർക്കും ഇതൊരു വലിയ സംശയമാണ്. അവിടെ കാറ്റില്ലെങ്കിൽ എങ്ങനെയാണിത് ചലിക്കുന്നത്? അത് ചലിക്കാനുള്ള കാരണം ആസ്ട്രോനോട്ട്സ് ആണ്. ഇത് ചലിക്കുമ്പോഴൊക്കെ ആസ്ട്രോനോട്ട്സ് അതിൽ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്. ആസ്ട്രോനോട്ട്സ് കൈകൊണ്ട് പിടിക്കാത്ത സമയങ്ങളിലൊന്നും ആ ഫ്ലാഗ് ചലിക്കുന്നില്ല.
ഒന്നുകിൽ ആസ്ട്രോണോട്ട്സ് കൈ അവിടെ നിന്ന് വിടുന്ന ആ ഒരു കുറച്ച് നേരം കൂടെ അവിടെ ആ ചലനം കാണും. കാരണം ആ ചലനം പെട്ടെന്നങ്ങ് ഇല്ലാതെയാകാനായിട്ട് അവിടെ കാറ്റൊന്നുമില്ല. നമ്മുടെ ഭൂമിയിൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഭൂമിയിൽ നമ്മൾ ഫ്ലാഗും പിടിച്ച് നിൽക്കുമ്പം നമ്മുടെ കൈയുടെ ചലനത്തെ ഓവർകം ചെയ്യുന്ന രീതിയിൽ തന്നെ ചുറ്റുപാടും കാറ്റുണ്ട്. അപ്പോൾ ആ കാറ്റ് കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈയുടെ ചലനം നമുക്ക് ശരിക്കും ഫീൽ ആകത്തില്ല. പക്ഷേ ചന്ദ്രനിൽ അത് ഫീലാകും. കാരണം അവിടെ വായു ഇല്ലല്ലോ. നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ചലനം പോലും ഈ ഫ്ലാഗിൽ അത് റിഫ്ലക്റ്റഡ് ആകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. നമ്മൾ കൈ അല്പം ഒന്ന് മാറ്റിയാലും കുറച്ച് നേരത്തേക്ക് ആ ഒരു ഓസിലേഷൻ കാണും. പക്ഷെ അത് കുറച്ച് നേരത്തേക്കേ കാണത്തുള്ളൂ. ആ ഫ്ലാഗ് അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കും. അതിലെ ചുളിവുകളും അതേപടി തന്നെ അവിടെ ഉണ്ടാകും. ആ ചുളിവുകൾ മാറണമെങ്കിൽ അവിടെ കാറ്റടിക്കണമായിരുന്നു. പക്ഷേ അവിടെ ഒരു രീതിയിലുള്ള കാറ്റും അടിക്കുന്നില്ല. ആ ഫ്ലാഗ് പറക്കുന്നു നോക്കി, അത് പറക്കുകയാണെന്ന് കരുതിക്കോ. നിങ്ങളുടെ വാദം ഞാൻ സമ്മതിക്കുന്നു, ആ ഫ്ലാഗ് നന്നായിട്ട് പറക്കുകയാണ്. പക്ഷേ ആ ഫ്ലാഗ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ പറക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ അളവിൽ അവിടെ കാറ്റുണ്ട്. ആ കാറ്റ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കേണ്ടതാണ്. ആ ആസ്ട്രോണോട്ട്സിൻ്റെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ്. അത് അതിശക്തമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാറ്റാണ്, ഒരേ ഡിറക്ഷനിലേക്ക് തന്നെ. അങ്ങനെ ഒരു കാറ്റ് അവിടെ ഇല്ല. അങ്ങനൊരു കാറ്റുണ്ടാകുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലി പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി നമുക്ക് ചന്ദ്രൻ്റെ ആകാശത്തേക്ക് പോവാം. ചന്ദ്രൻ്റെ ആകാശത്ത് എന്താണ് കറുത്ത നിറം മാത്രം കാണുന്നത്? അവിടെ നല്ല പ്രകാശമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പകൽ സമയമായിരിക്കും. പകൽ സമയത്ത് ആകാശം എന്തുകൊണ്ട് കറുത്തിരിക്കുന്നു? അതിനെന്തുകൊണ്ട് നീല നിറമില്ല? പിന്നെ അവിടെ നക്ഷത്രങ്ങളെയും കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? നീല നിറം നമ്മുടെ ആകാശത്തിനുണ്ട്, പക്ഷേ ചന്ദ്രനിലെ ആകാശത്തിൽ നീല നിറമില്ല. ശരിക്കും നമുക്കതിനെ ആകാശമെന്ന് തന്നെ പറയാൻ സാധിക്കില്ല. അവിടെ ഒരു എക്സോസ്ഫിയർ മാത്രമാണുള്ളത്. വളരെ വളരെ നേർത്ത ഒരു എക്സോസ്ഫിയർ മാത്രം. നമ്മുടെ ഭൂമിക്ക് അതിശക്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ചന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ. ആ അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് വാതകങ്ങളുണ്ടെന്നാണ്. സൂര്യൻ്റെ പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഈ വാതകങ്ങളിൽ, ഈ ആറ്റങ്ങളിൽ തട്ടിയിട്ട് അതവിടെ സ്കാറ്റർ ചെയ്യും. അങ്ങനെ സ്കാറ്റർ ചെയ്യുന്നത് കാരണമാണ് നമ്മുടെ ആകാശത്തിന് പകൽ സമയങ്ങളിൽ നീല നിറം കാണാൻ സാധിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തേക്ക് ഒരു സിന്ദൂര നിറമായിരിക്കും നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുന്നത്. നമുക്ക് ചന്ദ്രനിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസവും കാണാൻ കഴിയില്ല. കാരണം ചന്ദ്രൻ അന്തരീക്ഷമില്ല. അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഭാസവും നടക്കില്ല. ഇനി അവിടെ കാണാത്ത നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. ശരിക്കും ഏറ്റവും കൂടുതൽ നക്ഷത്രങ്ങളെ കാണേണ്ടത് ചന്ദ്രൻ്റെ ആകാശത്താണ്. അവിടെ ഇപ്പോൾ സൂര്യനുണ്ട്. കൂടാതെ ചന്ദ്രൻ്റെ പ്രതലം ഒരു നരച്ച പ്രതലമാണ്. ഒരു ഗ്രേ വൈറ്റ് കളറുള്ള പ്രതലമാണ്. കൂടാതെ അവിടെ നിൽക്കുന്ന ആസ്ട്രോണോട്ട്സ് എല്ലാം വെള്ള നിറത്തിലുള്ള സ്പേസ് സ്യൂട്ടാണ് ധരിച്ചിരിക്കുന്നത്. നല്ല പ്രകാശമുള്ളിടത്ത് ചുറ്റുപാടും എല്ലാം വെള്ള നിറമാണെങ്കിൽ നമ്മളെടുക്കുന്ന ചിത്രം കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒരു ട്രിക്ക് ചെയ്യും. എക്സ്പോഷർ അങ്ങ് കുറയ്ക്കും. എക്സ്പോഷർ കുറയ്ക്കുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ തുറസായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഉദാഹരണത്തിന് നമ്മൾ ബീച്ചിൽ നിൽക്കുകയാണ്. ബീച്ചിൽ നിന്നുകൊണ്ട് നമ്മൾ ചിത്രം എടുക്കുകയാണെങ്കിൽ ഒത്തിരി പ്രകാശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിനെ എടുക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ എക്സ്പോഷർ കുറയ്ക്കും. നിങ്ങളുടെ എല്ലാ ഫോണിലും എക്സ്പോഷർ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റും. അങ്ങനെ എക്സ്പോഷർ കുറച്ചാൽ മാത്രമാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ചിത്രം ചിത്രീകരിക്കാൻ സാധിക്കുന്നത്. എക്സ്പോഷർ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആകാശത്തെ നക്ഷത്രങ്ങളെ ചിത്രീകരിക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മുടെ ക്യാമറയുടെ അപ്പോഴത്തെ സ്പീഡ് അത്രയും ഇല്ല. കാരണം എക്സ്പോഷർ കുറച്ചിരിക്കുകയാണല്ലോ. ചുറ്റുപാടുമുള്ള പരിസരത്തെ പ്രകാശത്തെ അതിന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അങ്ങ് അകലെയുള്ള നക്ഷത്രത്തിൻ്റെ വളരെ ഡിമ്മായിട്ടുള്ള പ്രകാശത്തെ അതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഭൂമിയിൽ തന്നെ അത്തരത്തിലുള്ള ചിത്രങ്ങൾ എടുത്ത് നോക്കുക. കുറഞ്ഞ എക്സ്പോഷറിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എടുക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ രാത്രിയിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആകാശത്തെ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ നിർത്തിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആകാശം കാണുന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുക. എക്സ്പോഷർ കുറച്ചാൽ മാത്രമാണ് നമുക്ക് ആ വ്യക്തിയെ കാണാൻ പറ്റുക. ഇപ്പോഴത്തെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി എക്സ്പോഷർ അഡ്ജസ്റ്റ് ആകും. അങ്ങനെ അഡ്ജസ്റ്റ് ആകുമ്പോൾ നമുക്ക് ആകാശത്തെ നക്ഷത്രത്തെ കാണാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് കമൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. ചന്ദ്രനിലെ ആകാശത്ത് നിന്ന് നമുക്ക് നേരെ ഗ്രൗണ്ടിലേക്ക് വരാം. ഗ്രൗണ്ടിലെ ആ നിഴലുകളിലേക്ക് നോക്കിക്കേ. എല്ലാ നിഴലുകളും വ്യത്യസ്തമായിട്ടുള്ള ഡിറക്ഷനിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്.
അതിൻ്റെ അർത്ഥം ഇത് സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തതാണെന്നല്ലേ. സൂര്യൻ മാത്രമാണ് അവിടുത്തെ ഒരു സോഴ്സെങ്കിൽ എല്ലാ നിഴലുകൾക്കും ഒരൊറ്റ ഡിറക്ഷൻ ആയിരിക്കണം, അതെല്ലാം പാരലായിരിക്കണം. എന്നാൽ സ്റ്റുഡിയോയിലെ പോലെ ഒരുപാട് ലൈറ്റ് സോഴ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും പാരലായിരിക്കില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന നിഴലുകൾ ശരിക്കും പാരലൽ അല്ലല്ലോ. അപ്പോൾ ഇത് സ്റ്റുഡിയോയിലല്ലേ ഷൂട്ട് ചെയ്തത്? സ്റ്റുഡിയോയിലല്ല, അത് സ്റ്റുഡിയോ അല്ല, ചന്ദ്രൻ തന്നെയാണ്. പക്ഷേ എന്താണ് ഈ നിഴലിൻ്റെ വ്യത്യാസത്തിന് കാരണം? അതിന് 2 റീസൺസ് ആണ്. ഒന്ന് പെർസ്പെക്റ്റീവ്, രണ്ടാമത്തേത് ഗ്രൗണ്ട്. ആദ്യം നമുക്ക് പെർസ്പെക്റ്റീവ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ റെയിൽവേ പാളങ്ങൾ കണ്ടിട്ടില്ലേ? റെയിൽവേ പാളം എങ്ങനെയാണ് പോകുന്നത്? പാരലായിട്ട് തന്നെ പോകും. ആ 2 പാളങ്ങൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. പക്ഷേ നിങ്ങൾ റെയിൽവേ പാളത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് അങ്ങ് ദൂരെയുള്ള റെയിൽവേ പാളത്തിൻ്റെ അറ്റത്തേക്ക് നോക്കുക. എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ആ 2 വരകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഒരു പ്രതീതിയായിരിക്കും നിങ്ങളുടെ കണ്ണിലുണ്ടാകുന്നത്. അതിൻ്റെ കാരണം ഒരു 2D ഫോട്ടോ അല്ലെങ്കിൽ 2D ചിത്രം കാണുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ഇല്യൂഷനാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ് അത് മാറുന്നത്. അതുപോലെ ഇവിടുത്തെ ക്യാമറ ആംഗിളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ആ പാരലായിട്ടുള്ള ഷാഡോസ് അത് പാരലൽ അല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ അത് പാരലൽ തന്നെയാണ്. 100% പാരലാണോ? അല്ല. ഇവിടെ വേറൊരു ഫാക്ടർ കൂടി ഉണ്ട്, അത് ഗ്രൗണ്ടാണ്. സ്റ്റുഡിയോ പോലെ പരന്നു കിടക്കുന്ന ഒരു ഗ്രൗണ്ടല്ല. ചന്ദ്രനിലെ പ്രതലം എന്ന് പറയുന്നത് ഇടയ്ക്ക് അല്പം ബമ്പുണ്ട്, ചെറിയ ക്രേറ്റേഴ്സ് ഉണ്ട്, സ്ലോപ്പുണ്ട്. അങ്ങനെ ഒരു മെസ്സി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിലേക്ക് നിഴൽ വീഴുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അതിനെ നമുക്ക് കാണാൻ പറ്റുക. ചിലപ്പോൾ നിഴൽ വീഴുന്നത് ഫ്ലാറ്റായിട്ടുള്ളൊരു സ്ഥലത്തേക്കായിരിക്കും, ചിലപ്പോൾ ഒരു ക്രേറ്ററിലേക്കായിരിക്കും, അതുമല്ലെങ്കിൽ ഒരു ബമ്പിലേക്കായിരിക്കും, അതുമല്ലെങ്കിൽ ഒരു സ്ലോപ്പിലേക്കായിരിക്കും. ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൗണ്ടിൻ്റെ ഭാഗങ്ങളിലേക്ക് വീഴുമ്പോഴും അല്പം വ്യത്യാസത്തോടു കൂടിയായിരിക്കും നമുക്ക് ആ ഷാഡോ കാണാൻ പറ്റുന്നത്. ചന്ദ്രനിലെ ഒരു പാറയുടെ ഫോട്ടോ ഭയങ്കര ഫേമസ് ആയി. കാരണം അതിൽ ഒരു സിയുടെ രൂപമുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി അത് വരച്ചിട്ടുണ്ട്. ഒരു പ്രദേശം നമ്മൾ സെറ്റിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ വെക്കുന്ന പല കല്ലുകൾക്കും ഓരോരോ കോഡുകൾ കാണും. ഇന്ന സ്ഥലത്തെ കല്ലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കോഡ്, അതുപോലെ വേറൊരു സ്ഥലത്താണെങ്കിൽ വേറൊരു കോഡ്. കാരണം ആ സ്റ്റുഡിയോ അല്ലെങ്കിൽ ആ ഒരു സെറ്റ് നമ്മൾ കുറേ ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കും. പല പല ടേക്കുകളിലായിട്ടായിരിക്കും നമ്മൾ ഇത് ഷൂട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചിലപ്പം ആ കല്ലുകളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അറിയാതെ മാറിപ്പോകും. അത് അവിടെ തന്നെ ഉള്ള ഒരു കല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമാണ് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്റ്റുഡിയോ ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ല. ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഒറിജിനൽ ചിത്രം ഒന്ന് കാണണം. ഇതിൻ്റെ ഒറിജിനൽ ചിത്രത്തിൽ, അതായത് ആദ്യമായിട്ട് ഇത് ചിത്രീകരിച്ച ആ ചിത്രത്തിൽ അത്തരത്തിലൊരു സി നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ആരെങ്കിലും ബോധപൂർവം എഡിറ്റ് ചെയ്ത് ചേർത്തതാണോ? അല്ല. ഈ ചിത്രം ശരിക്കും ഗവേഷകർ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിലൂടെ പിന്നീട് പ്രചരിച്ച ചിത്രങ്ങളൊക്കെ എഡിറ്റഡ് അല്ല, അത് ഒറിജിനൽ ചിത്രം തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ചിത്രം ചിത്രീകരിക്കുന്ന സമയത്ത് ക്യാമറയുടെ ഭാഗത്ത് ഒരു മുടിനാരിഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസോ ഉണ്ടായിരുന്നു. അതാണ് ഒരു സിയുടെ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒറിജിനൽ ചിത്രത്തിൽ അത്തരത്തിലുള്ളൊരു സി അവിടെയില്ല. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത പ്രദേശം ഒന്ന് പരിശോധിച്ചാൽ അവിടെ നമുക്ക് ഒരു ക്രേറ്ററും കാണാൻ കഴിയില്ല. എന്നാൽ ഇതുപോലൊരു പേടകം നമ്മുടെ ഭൂമിയിലാണ് വന്ന് ഇറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ഗർത്തമുണ്ടായിരിക്കും. കാരണം ഈ റോക്കറ്റിൻ്റെ അതിശക്തമായിട്ടുള്ള വെളിയിലേക്ക് വരുന്ന ഫ്യൂംസ് കാരണം അവിടെ ഒരു ക്രേറ്റർ ഉണ്ടാകും. പക്ഷേ ചന്ദ്രനിൽ നമുക്കത് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അത് സെറ്റാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ല. ചന്ദ്രനിൽ അന്തരീക്ഷമില്ല, ഭൂമിയിൽ അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഭൂമിയിൽ ഒരു റോക്കറ്റ് അതേ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ അതിശക്തമായിട്ട് സഞ്ചരിക്കും. അങ്ങനെ അതിശക്തമായിട്ട് അവ സഞ്ചരിക്കുമ്പോൾ അവിടെ അടങ്ങിയിരിക്കുന്ന പൊടിപടലങ്ങളെല്ലാം അതവിടെ നിന്ന് തെറിപ്പിച്ച് കളയും. അങ്ങനെ ആ പൊടിപടലങ്ങളെല്ലാം അവിടെ നിന്ന് തെറിച്ച് മാറുമ്പോൾ അവിടെ ഒരു കുഴി പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ചന്ദ്രനിൽ അത്തരത്തിൽ തെറിപ്പിക്കാനായിട്ടുള്ള ഒരു വായുവും ഉണ്ടായിരുന്നില്ല. കൂടാതെ അവിടുത്തെ പ്രതലം നല്ല കട്ടിയുള്ള പാറ പോലത്തെ പ്രതലമാണ്. നമുക്ക് അങ്ങനെയൊന്നും അവിടുത്തെ പൊടിയെ പറപ്പിക്കാൻ സാധിക്കത്തില്ല. പൊടിയില്ലെന്നല്ല, പൊടിയുണ്ട്. പക്ഷേ നമ്മുടെ ഭൂമിയിലെ പൊടിപടലങ്ങൾ പോലല്ല, നല്ല കട്ടിയുള്ള സർഫസാണ് ചന്ദ്രനിലുള്ളത്. കൂടാതെ ചന്ദ്രനിൽ നടന്നത് സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നല്ലോ. അതായത് വളരെ വളരെ കുറഞ്ഞ വേഗതയിലാണ് അതവിടെ ലാൻഡ് ചെയ്തത്.
അതുകൊണ്ട് തന്നെ ലാൻഡിങ് കാരണം ഉണ്ടാകുന്ന ഒരു ക്രേറ്റർ നമുക്കവിടെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഭൂമിക്ക് ചുറ്റിനും ഒരു അദൃശ്യമായ റേഡിയേഷൻ ലെയർ ഉണ്ടെന്ന് ഗവേഷകർ തന്നെയല്ലേ പറഞ്ഞത്? വാൻ അലൻ ബെൽറ്റ്. അത്രയും ശക്തമായിട്ടുള്ള റേഡിയേഷൻ ഉള്ള സ്ഥലത്തു കൂടെ നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് പോയി കഴിഞ്ഞാൽ അതിലുള്ള ആസ്ട്രോനോട്ട്സിനൊന്നും അതിനെ അതിജീവിക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ആ ആസ്ട്രോനോട്ട്സൊക്കെ സുരക്ഷിതരായിട്ട് ചന്ദ്രനിൽ പോവുകയും അവിടെ നിന്ന് മടങ്ങി ഭൂമിയിലേക്ക് വരികയും ചെയ്തത്? അതിൽ പല സയൻറ്റിസ്റ്റുകളും ഒരുപാട് വർഷം ഭൂമിയിൽ സുഖകരമായിട്ട് ജീവിക്കുകയും ചെയ്തു. ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമായത്? ഇനി വാൻ അലൻ ബെൽറ്റ് ഇല്ലെന്ന് നിങ്ങൾ പറയുമോ? അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം വാൻ അലൻ ബെൽറ്റ് യാഥാർത്ഥ്യമാണ്. പക്ഷേ വാൻ അലൻ ബെൽറ്റിൻ്റെ തിക്നെസ് എല്ലായിടത്തും ഒരുപോലെയല്ല. അപ്പോളോ പേടകത്തെ വിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ വാൻ അലൻ ബെൽറ്റിൻ്റെ തിക്നെസ് ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ, ഏത് ഭാഗത്താണ് ഏറ്റവും കുറവെന്ന് ഗവേഷകർക്കറിയാമായിരുന്നു. തിക്നെസ് ഏറ്റവും കുറഞ്ഞ ഏരിയയിലൂടെയാണ് അന്നവർ പേടകത്തെ കടത്തിവിട്ടത്. ശക്തമായിട്ടുള്ള വേഗതയിലാണ് പേടകം സഞ്ചരിച്ചു പോകുന്നത്. വെറും 2 മണിക്കൂർ കൊണ്ട് അതിന് വാൻ അലൻ ബെൽറ്റിനെ മറികടന്ന് വെളിയിലേക്ക് പോകാൻ കഴിഞ്ഞു. ആ 2 മണിക്കൂർ നേരത്തേക്ക് അത്ര ഭീകരമായിട്ടുള്ള ഒരു റേഡിയേഷനൊന്നും ആസ്ട്രോനോട്ട്സിന് നേരിടേണ്ടി വന്നില്ല. ആ റേഡിയേഷനെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള സ്പേസ് ക്രാഫ്റ്റ് കൂടെ ആയിരുന്നു അപ്പോളോ. അതുകൊണ്ട് നമ്മുടെ ഡോക്ടർ നെഞ്ചിൻ്റെ കുറച്ച് എക്സ്റേ എടുക്കുന്ന അത്രയും റേഡിയേഷൻ മാത്രമാണ് ആസ്ട്രോനോട്ട്സിൻ്റെ ശരീരത്തിനുള്ളിലൂടെ കടന്നുപോയത്. അതൊരിക്കലും ഒരു ഡെത്ത് സെൻറ്റൻസ് അല്ല. ഈ കാര്യങ്ങളൊന്നും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ കോൾഡ് വാർ നടക്കുകയാണല്ലോ. ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ, മറുഭാഗത്ത് അമേരിക്ക. രണ്ടുപേരും ശത്രുക്കളാണ്. രക്തരഹിതമായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. ആ മത്സരം പ്രധാനമായിട്ടും നടന്നിരുന്നത് സ്പേസിലാണ്. അമേരിക്കയെ തോൽപ്പിക്കാനായി ആദ്യമായി ഒരു കോസ്മനോട്ടിനെ, യൂറി ഗഗാറിനെ സോവിയറ്റ് യൂണിയൻ സ്പേസിലേക്ക് അയച്ചു. അവരെ തോൽപ്പിക്കാനായി ആസ്ട്രോനോട്ട്സിനെ നേരെ ചന്ദ്രനിലേക്ക് അയച്ചു. നിരന്തരമായി സോവിയറ്റ് യൂണിയൻ ചന്ദ്രനെയും ഭൂമിയെയും അമേരിക്കയും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ റിസീവ് ചെയ്യാൻ സോവിയറ്റ് യൂണിയനും സാധിക്കും. കാരണം സോവിയറ്റ് യൂണിയൻ ഇതിനു മുൻപും അങ്ങോട്ട് പേടകങ്ങളെ അയച്ചിട്ടുണ്ട്. അമേരിക്ക അന്ന് വെറും ഒരു നാടകം മാത്രമാണ് നടത്തിയതെങ്കിൽ ആദ്യം അത് നാടകമാണെന്ന് വിളിച്ചു പറയുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരിക്കും. കോൾഡ് വാറിൽ അമേരിക്ക തകർന്നടിഞ്ഞേനെ. കാരണം ലോകത്തിൻ്റെ മുൻപിൽ വെറും ഒരു ജോക്കറായി മാറിയേനെ അമേരിക്ക. പക്ഷേ സോവിയറ്റ് യൂണിയൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. കാരണം സോവിയറ്റ് യൂണിയൻ അറിയാമായിരുന്നു അത് യാഥാർത്ഥ്യമാണെന്ന്. അന്ന് ചന്ദ്രനിൽ നിന്ന് വന്ന സിഗ്നലുകൾ അമേരിക്ക മാത്രമല്ല ഡിറ്റക്റ്റ് ചെയ്തത്, അത് സോവിയറ്റ് യൂണിയനും ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒരു പെശകുണ്ടായിരുന്നെങ്കിൽ ആദ്യം പെശകുണ്ടെന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. പക്ഷേ അവരൊന്നും പറഞ്ഞില്ല. ശത്രു പോലും അതിനെ അംഗീകരിച്ചു. പരാജയം അവർ സമ്മതിച്ചു. അമേരിക്ക ആ കോൾഡ് വാറിൽ ശരിക്കും വിജയിക്കുക തന്നെ ചെയ്തു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സ്പേസ് വാറിലെങ്കിലും അവർ വിജയിച്ചു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കൊരുപാട് പ്രതിസന്ധികൾ കാണും. നമ്മളെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്നുള്ള തോന്നലുണ്ടാകും. ശാസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാകുന്ന പരാജയ ഭീതിയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കതില്ല, നിങ്ങൾക്കിതില്ല, നിങ്ങളെക്കൊണ്ടത് പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോളോ മിഷനെക്കുറിച്ചാണ്. അത് ഏത് കാലഘട്ടത്തിലാണ് നടന്നതെന്നാണ് ചിന്തിക്കേണ്ടത്. അത്രയും ദുർബലമായിട്ടുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് പോലും അന്ന് മനുഷ്യരെ അവിടേക്ക് നാസയ്ക്ക് അയക്കാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുറവുകളൊന്നും ശരിക്കും ഒരു കുറവേ അല്ല. നമ്മുടെ ഈ ഒരു കുറവുകളിൽ നിന്നുകൊണ്ട് നമുക്കൊരുപാട് ജീവിത വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നിരന്തരമായി അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.